പൊതു ഉത്സവ പരിപാടികളിൽ യുവതയുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഓഗസ്റ്റ് 28 നടക്കുന്ന ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളിയുടെ സ്വാഗത സംഗമ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജലോത്സവത്തിലേക്ക് പരമാവധി കാണികളെ എത്തിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വള്ളംകളി ഉൾപ്പെടെയുള്ള പൊതു ഉത്സവ പരിപാടികളിൽ യുവതയുടെ പങ്കാളിത്തം ഉറപ്പാക്കി വിപുലമാക്കണമെന്നും അതിലൂടെ ലഹരിയും ഇതര സാമൂഹിക വിപത്തുകളിൽ നിന്നും വഴിതിരിച്ചുവിടാമെന്നും മന്ത്രി ബിന്ദു കൃഷ്ണ. ഓഗസ്റ്റ് 28 നടക്കുന്ന ശ്രീനാരായണ ട്രോഫി കന്നേറ്റി വള്ളംകളിയുടെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നാടിന്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന കന്നേറ്റി ജലോത്സവം പ്രാദേശിക വികസന സാധ്യതകളും വിപുലമാക്കും. ഇത്തരം ഉത്സവങ്ങളിലൂടെ രൂപപ്പെടുന്ന പൊതുകൂട്ടായ്മ നാടിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയ്ക്കും കാരണമാകും. ജലോത്സവത്തിലേക്ക് പരമാവധി കാണികളെ എത്തിക്കാൻ വിപുലമായ പ്രചാരണ പരിപാടികൾ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക തനിമയും പാരമ്പര്യവും അധ്വാനശീലവും മുൻനിർത്തിയുള്ള ഒരു കായിക വിനോദം കൂടിയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വള്ളംകളികൾ നമ്മുടെ അഭിമാനമായി മാറിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വള്ളംകളിയാണ് കന്നേറ്റി വള്ളംകളി. ജില്ലയിൽ വളരെയേറെ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ വള്ളംകളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാടിന്റെ കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും കൂടി പ്രതീകമാണ്. ഇന്ന് വള്ളംകളിയുടെ ഓഫീസ് ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞു. ഇതൊരു ഓഫീസ് മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ അണിനിരത്തുവാനുള്ള ഓഗസ്റ്റ് മാസം 28 തീയതി അല്ലെ 28 തീയതി നടക്കുന്ന ഈ പരിപാടിയിൽ ഇവിടെയും പരിസര പ്രദേശത്തും ഉള്ള വള്ളംകളി പ്രേമികൾ അടക്കമുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. തുടർന്ന് കഴിഞ്ഞ വർഷത്തെ വള്ളംകളിയിൽ 1ാം സ്ഥാനം ഫോട്ടോ ഫിനിഷിലൂടെ പങ്കിട്ടു നേടിയ സംഘം കന്നേറ്റി ബോട്ട് ക്ലബ് ക്യാപ്റ്റൻ നാസർ പോച്ചയിലിന് മന്ത്രി എവർ റോളിംഗ് ട്രോഫി കൈമാറി. CR മഹേഷ് MLA അധ്യക്ഷനായി. ജലോത്സവ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ഈ വിശാലമായ നെഹ്റു ട്രോഫിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ പവലിയൻ ഉള്ള വള്ളംകളിയും നമ്മുടെ വള്ളംകളിയാണ്. അങ്ങനെ ഒരു നാടിൻ്റെ ചരിത്രം, സംസ്കാരം, കായിക വിനോദം ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഓണാട്ടുകരയുടെ ഏറ്റവും വലിയ ആള് കൂടുന്ന ആവേശകരമായ നമ്മുടെ 86ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള സ്വാഗത സംഘത്തിൻ്റെ ഓഫീസ് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള നമുക്കൊക്കെ. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ P. സോമരാജൻ, വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, ജില്ലാ പഞ്ചായത്ത് അംഗം നജീബ് മണ്ണേൽ, പന്മന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ്, ചവറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊണ്ടോടിയിൽ മണികണ്ഠൻ, പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജലോത്സവ കമ്മിറ്റി ജനറൽ ക്യാപ്റ്റൻ S. പ്രവീൺ കുമാർ, നഗരസഭാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജലോത്സവ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.